ഹൈറിച്ച് തട്ടിപ്പ് കേസ് സിബിഐക്ക് വിട്ട് സർക്കാർ ഉത്തരവ്. ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന തട്ടിപ്പ് കേസാണ് സിബിഐക്ക് കൈമാറിയത്. പ്രൊഫോമ റിപ്പോർട്ട് അടക്കം നേരിട്ട് പേഴ്സണൽ മന്ത്രാലയത്തിൽ എത്തിക്കാൻ ഡിവൈഎസ്പിയെ നിയോഗിച്ചു. കേസ് അട്ടിമറിക്കാൻ നിക്ഷേപകരിൽ നിന്നും സത്യവാങ്മൂലം വാങ്ങി കോടതിയിൽ ഹാജരാക്കാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതിനിടെയാണ് സർക്കാർ നടപടി. ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത തൃശൂർ കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ് സിബിഐക്ക് കൈമാറുന്നത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡി അന്വേഷണം നടന്നുവരികയാണ്. അതീവ രഹസ്യമായിട്ടായിരുന്നു കേസ് സിബിഐക്ക് കൈമാറാനുള്ള സർക്കാർ നടപടി. പ്രൊഫോമ റിപ്പോർട്ട് അടക്കം നേരിട്ട് പേഴ്സണൽ മന്ത്രാലയത്തിൽ എത്തിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. ഇതിനായി എക്കണോമിക്സ് ഒഫൻസ് വിംഗിലെ ഡിവൈഎസ്പിയെ നിയോഗിച്ചു. അടിയന്തരമായി വിമാനമാർഗം രേഖകൾ ഡൽഹിയിലെത്തിക്കാനാണ് ഉത്തരവ്. ചേർപ്പിലേത് ദുർബലമായ കേസാണെന്ന ആരോപണം ഉയർന്നിരുന്നു. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. നിക്ഷേപകരിൽ നിന്നും പരാതിയില്ലെന്ന സത്യവാങ്മൂലം വാങ്ങി കോടതിയിൽ ഹാജരാക്കാൻ തിരക്കിട്ട ശ്രമം ആരംഭിച്ചു. പോലീസ് കേസ് ഇല്ലാതായാൽ ഇഡി അന്വേഷണത്തിനും തടയിടാം. ഒപ്പം ഒരു കേസ് കോടതിയിൽ തള്ളിയാൽ കമ്പനിയുടെ തിരിച്ചുവരവിനും അത് ഊർജ്ജമാകും. ചേർപ്പ് കേസിലെ പ്രോസിക്യൂട്ടറെ സ്വാധീനിച്ചെന്ന് ഹൈറിച്ച് സംഘത്തിന്റെ ഓഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഹൈറിച്ച് ഉടമകൾ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി 3141 കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. 24 തിരുവനന്തപുരം.